ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ എല്ലാവരും ഇങ്ങനെ പറയും ചെമ്പരത്തി ചായ എന്നുള്ളത്. അപ്പോൾ നമ്മളൊന്നൊരു ചെമ്പരത്തി ചായ ഉണ്ടാക്കി നോക്കാം, കുടിക്കാമെന്ന് വിചാരിച്ച്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ചെമ്പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങ, നന്നാറി, അല്ലെങ്കിൽ പഞ്ചസാര തേനോ എന്തെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഈ ചെമ്പരത്തി ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തിളച്ച വെള്ളം വേണം. അപ്പോൾ അത് ചെമ്പരത്തി ഗ്ലാസ്സിലേക്കിട്ട് ചെമ്പരത്തിൻ്റെ 2 ചെമ്പരത്തി ചെമ്പരത്തി എടുത്തിട്ട് അത് കഴുകിയിട്ട് ഗ്ലാസ്സിലിടാം. ഗ്ലാസ്സിൽ ആ ചെമ്പരത്തി ഇടും. അത് ചെമ്പരത്തിലേക്ക് നല്ല തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കളറ് മാറണം നമുക്ക് കാണാം കേട്ടോ. കണ്ടോ, വെള്ളത്തിൻ്റെ കളറ് കത്തി ഒരു സ്പൂണ്. അപ്പോൾ ഈ കളറ് മാറിയതുണ്ടല്ലേ. പക്ഷേ ഈ ചെമ്പരത്തി ഒരു 2 മിനിറ്റ് ഇത് ചൂട് ഇത്തിരി ആറിയിട്ട് നമ്മൾ കുടിക്കുന്ന ചൂടാവുമ്പോൾ അടിപൊളി ചായ എന്ന് വെച്ചാൽ ഇത് കുടിച്ച് നോക്കണം. ഇങ്ങനെ ഈ ചായ കൊണ്ട് പല ഗുണങ്ങളും ഉണ്ട്. നമ്മളെ ഹാർട്ടിൻ്റെ ഹൃദ്രോഗത്തെ ചെറുക്കും. പിന്നെ നമ്മളെ നല്ല കൊളസ്ട്രോൾ കൂട്ടിയിട്ട് ചീത്ത കൊളസ്ട്രോളിനെ ഒഴിവാക്കും. ശരീരത്തിലെ കൊഴുപ്പുകൾ ഇല്ലാതാക്കും. ഷുഗർ ലെവൽ നിയന്ത്രിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് അതിൽ. അത് ചൂടാറ്റി അത് അപ്പത്തപ്പത്ത് അതിൽ ചൂടാറണം. കാരണം നമുക്ക് സമയമില്ല, വെയിറ്റ് ചെയ്യും. അപ്പോൾ അത് ചൂടാറ്റിയിട്ട് പിന്നെയാണ് മിറാക്കിൾ കളർ വരാൻ പോകുന്നത്. നാരങ്ങ കുടിക്കുന്ന ചൂടാവണവരെ ഒന്ന് ചൂടാറണം. നല്ല തിളച്ച വെള്ളത്തിൽ നാരങ്ങ ഒഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ചൂടാറ്റുന്നത്. ഞാൻ നാരങ്ങയുടെ കഷ്ണം കേട്ടോ. ഇതിങ്ങനെ ചെമ്പരത്തി ചായ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊക്കെ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു ചവർപ്പോ കയ്പോ ഒക്കെ ഉണ്ടാവും എന്നാണ്. നോക്കാം, അടിപൊളി കളറിപ്പോൾ വരും. ഒരു കഷ്ണം പകുതി വെച്ചാൽ മതി. അടിപൊളി കളർ കണ്ടോ, നോക്കിയിട്ട് എന്താ കളർ. എന്നിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് നന്നാറിയോ തേനോ ഇത് വേണമെങ്കിൽ പഞ്ചസാര ഇടാം, ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നന്നാറി കാണിക്കും. നന്നാറി സർബത്ത് കേട്ടോ. അത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നന്നാറി സർബത്തിനോട് കഴിച്ച് മധുരം കുറവാണ്. സർബത്തില്ല, കുറച്ചേ ഉള്ളായിരുന്നു എൻ്റെ അടുത്ത്. അതങ്ങോട്ട് കഴിച്ചിട്ട് ഒന്ന് സ്പൂണത്തിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അടിപൊളിയല്ലേ. സൂപ്പർ. ഇത് ഇനി എല്ലാവരും ഒന്ന് കുടിച്ച് നോക്കാം. അത് പല ആരോഗ്യ ഗുണങ്ങളുള്ളൊരു ചായയാണ്. എല്ലാവരും കുടിച്ച് നോക്കാം. ഗസ്റ്റുകൾ വന്നാൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ചെമ്പരത്തിയൊക്കെ ഉണ്ടെങ്കിൽ അത് പറിച്ച് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. അടിപൊളിയാണ്, സൂപ്പർ ചായയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെമ്പരത്തി ചായ കണ്ടില്ലേ. ഈ മധുരം കുറവാണെങ്കിൽ ഇത്തിരി പഞ്ചസാര ഇടാം, അല്ലെങ്കിൽ തേനുണ്ടെങ്കിൽ തേൻ ഒഴിക്കുക കേട്ടോ. അടിപൊളി.